ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ വിശേഷം, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ റാഹത്തായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ ഞാനിത് പുട്ടും കടലയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടല ഇന്നലെ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ അപ്പോഴേക്കും ചായയൊക്കെ ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടല നന്നായിട്ടൊന്ന് കഴുകി എടുത്തത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയ പീസ് തക്കാളിയും പിന്നെ ഒരു ചെറിയ പീസ് ഒരു സബോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നിന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കൂട്ടുകാരെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദേ ഞാൻ പുട്ടിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുട്ടുപൊടിയിൽ കേട്ടോ. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. ഒരു മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. എന്നിട്ടൊന്ന് അത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റാണ് കേട്ടോ അത് വെക്കേണ്ടത്. ഞാൻ വെറും ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാറുള്ളൂ, അധികം നേരമൊന്നും വെക്കാറില്ല. നാളികേരമൊക്കെ ഒന്ന് ചിരവി എടുത്തു. പിന്നെ 2 പാത്രം ഒന്നുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ആ സമയം വരെയാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വെച്ചിട്ടുള്ള ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇത് പുട്ടുപൊടിയൊക്കെ ഒന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൽ വേണമെങ്കിൽ കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ മക്കൾക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നാളികേരം അധികം ചേർക്കുന്നത്. കാരണം കൊണ്ട് ഞാൻ ഇടയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ അടുപ്പത്ത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് പുട്ട് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സബോള ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ കേട്ടോ കടലക്കറി വെക്കുന്നത്. അതൊന്ന് വാട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിടെ നിന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് പുട്ട് ഒരു കുറ്റി പുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിനുള്ളതും കൂടി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴേക്ക് കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കടല ഒന്നെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കടലക്കറി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കറി അവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് നോക്കുന്ന സമയം കൊണ്ട് ഇവിടെ പാത്തൂസും വന്നിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ കടലക്കറിയൊക്കെ അതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതുവരെ പുട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്തതും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ എന്താ പറയുക, പ്രഷർ കുറഞ്ഞതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ 2-3 ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാനിപ്പോൾ പുട്ടും കടലയും ഒക്കെ കൂട്ടി അങ്ങനെ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സുഡാപ്പിയും ഞാനും പാത്തൂസൊക്കെ പഴം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ട്. ദിലുവിന് മാത്രമാണ് കേട്ടോ കടലക്കറി പറ്റുള്ളൂ പുട്ടിൻ്റെ കൂടെ. എനിക്ക് പഴം കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പുട്ടിൻ്റെ കൂടെ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ തുണി തയ്ക്കാനായിട്ട് ചോക്ക് വരയ്ക്കില്ല, നമ്മൾ അളവ് വരയ്ക്കാനായിട്ട് ചോക്ക് മേടിക്കാൻ പോയായിരുന്നു കേട്ടോ. പക്ഷേ പോയപ്പോൾ എനിക്ക് ആ ചോക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ മറ്റേ ചോക്കാണ് കിട്ടിയത് കേട്ടോ, കുട്ടികൾക്ക് എഴുതി പഠിക്കുന്ന ചോക്ക്. അപ്പം അങ്ങനെ ആ ബോർഡിൽ എഴുതുന്ന ചോക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അങ്ങനെ 2 പേരും ഇരുന്നിട്ട് വാതിൽമേൽ എഴുതി പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ചുടാപ്പിയും പാത്തൂസൊക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സോഡയൊക്കെ കലക്കി കുടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ പാത്തൂസ് വന്നിട്ട് ചെറുനാരങ്ങയൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ പാത്തൂസ് നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പണികൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും ചെയ്ത് കൊടുത്താലല്ലേ എൻ്റെ പണികൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിരട്ടയൊക്കെ കൂടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പാത്തൂസ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. സുഡാപ്പിയാണെങ്കിൽ കാർട്ടൂണിൻ്റെ മുമ്പിലാണ്, അവനോട് വരാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കണമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആളവിടെ ഇരുന്ന് നല്ല കളിയിലാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ദിലു ഇങ്ങനെ പറയുന്നുണ്ട് ചിക്കൻ മേടിക്കുമെന്ന്. അതുപോലെ തന്നെ സുഡാപ്പിയും പാത്തൂസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറേ ദിവസമല്ലേ ചിക്കൻ മേടിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ചെറിയൊരു ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കി എടുക്കാനായിട്ടാണ് പറഞ്ഞത്, അപ്പോൾ കറിയിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഡാപ്പി ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെല്ലാം അവിടെ ഇരിക്കണേ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ അകത്തുണ്ട്, പോയി എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല ആവശ്യങ്ങളും വരും കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടി വരില്ല, അവരും ഇങ്ങനെ വെറുതെ ഇരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ധൃതി പിടിച്ചെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും കേട്ടോ അവർക്ക് ഓരോന്ന് ആവശ്യം വരിക. അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാക്കകൾ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടുന്ന് വെള്ളം മറിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ കാക്കകൾ. പാത്തൂസാണെങ്കിൽ ഇവിടെ നല്ല കുക്കിങ്ങിലുമാണ് കേട്ടോ. ചിരട്ടകൾ കമത്തിയിടുന്നുണ്ട്, മലത്തിയിടുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാത്തൂസ്. അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ വേഗം കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കറി വെക്കാനാണ് കേട്ടോ ചിക്കൻ മേടിച്ച് അപ്പോൾ അവർക്കെല്ലാവർക്കും വറുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വന്ന് നേരം കൊണ്ട് പാത്തൂസ് അവിടെ കാക്കനെയൊക്കെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 സെക്ഷൻ ആക്കിയിട്ട് ചിക്കൻ ഇപ്പോൾ കുറച്ചെടുത്തിട്ട് ഇന്ന് പൊരിച്ചെടുക്കാം, നാളെ നമുക്ക് ബാക്കിയുള്ളത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ചിക്കനിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത്, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മസാലക്കട പുരട്ടി ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ബാക്കി ഞങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതൊക്കെ ഒന്ന് അടിച്ച് വാരി കിടക്കിയൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട് കേട്ടോ. പാത്തൂസ് കളിച്ച സ്ഥലമൊക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാത്തൂസിനൊക്കെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആകാറാവട്ടെ. അപ്പോഴേക്കും ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് എന്നിട്ട്. ഒന്ന് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് തന്നെ നേരം വൈകിട്ടാണല്ലോ നമ്മൾ എണീക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്തായാലും നേരത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. പിന്നെ അലക്കലൊക്കെ ഇനി നാളേക്കാണ്, ഇന്നിപ്പോൾ അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുന്നത് പിറ്റേ ദിവസമാണല്ലോ, അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കാറായിട്ട് സാധാരണ. അപ്പോൾ ഇന്നലെ ഇക്കാടെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ട് കുറേ പേര് ഇക്കാനെ വിഷ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ഒരു ടെൻഡൻസിയും തോന്നുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.